എല്ലാവർക്കും നമസ്കാരം. നാളെ ജനുവരി 25 ഷട്ടില ഏകാദശിയാണ്. ഷട്ടില ഏകാദശി എന്ന് പറയുന്നത് മഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസം ആചരിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ ഇത് ആചരിക്കപ്പെടുന്നു. ഇപ്രാവശ്യത്തെ ഷട്ടില ഏകാദശി പ്രാധാന്യമുള്ളതാണ്. ഉത്തരായന സമയം തുടങ്ങിയതിന് ശേഷമുള്ള ഏകാദശിയാണ്. അതുപോലെ തന്നെ ആകാശത്ത് ഗ്രഹങ്ങളുടെ വിസ്മയം, അതായത് പ്ലാനറ്ററി പരേഡ് തുടങ്ങിയതിന് ശേഷമുള്ള ഏകാദശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഷട്ടില ഏകാദശിക്ക് പ്രാധാന്യം ഏറുന്നു. ഈ പവിത്രമായ ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ വിഷ്ണുപദം പൂക്കുകയും സർവനാശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഉപവാസത്തെ പാപഹർണി എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് പാപങ്ങളെ നശിപ്പിക്കുന്ന ഏകാദശി വ്രതമാണ് ഷട്ടില ഏകാദശി എന്ന് പറയുന്നത്. നമ്മുടെ മുൻകാല തെറ്റുകൾ ഇല്ലാതാക്കുന്നതിനും പാപത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും സ്വയം മോചിതനാകാനും കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഷട്ടില ഏകാദശിക്ക് വിഷ്ണു നാമജപമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. പ്രധാനമായും ഷട്ടില ഏകാദശി വ്രതത്തിൽ പാരായണം ചെയ്യേണ്ട മഹാവിഷ്ണുവിൻ്റെ 11 മംഗളകരമായ നാമങ്ങളാണ്: ഓം വിശ്വസ്മൈ നമഃ, ഓം വൈഷ്ണവേ നമഃ, ഓം വഷട്കാരായ നമഃ, ഓം ഭവായ നമഃ, ഓം ഭാവായ നമഃ, ഓം പൂതാത്മനേ നമഃ, ഓം കേശവായ നമഃ, ഓം പുരുഷോത്തമായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം ശാശ്വതായ നമഃ, ഓം ഈശാനായ നമഃ, ഓം മാധവായ നമഃ. ഈ 11 നാമങ്ങളാണ് ഏറ്റവും പ്രധാനമായി രാവിലെ ഏകാദശി ദിവസം രാവിലെയും വൈകിട്ടും ചൊല്ലേണ്ട നാമങ്ങൾ. ഷട്ടില ഏകാദശിയിൽ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ജപിക്കുന്നതുകൊണ്ട് ആ ഡിവൈൻ എനർജിയുമായിട്ടുള്ള ബന്ധം വരുത്തുന്നതിനും, അതായത് ആ ദൈവികമായ ഒരു ഊർജത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും ആത്മീയമായ നേട്ടങ്ങൾ ഉയർത്തുന്നതിനും ഉള്ള ഒരു മാർഗമാണ് ഈ പുണ്യനാമങ്ങൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് കൈവരുന്നത്. അഗാധമായ ഒരു ശാന്തിയും ശാന്തതയും ആന്തരികമായ ഒരു സമാധാനവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഈ പവിത്രമായ ആചാരം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുമെന്നും കർമ്മത്തിൻ്റെയും നെഗറ്റീവ് എനർജിയുടെ ചങ്ങലകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. പതിവായി വിഷ്ണുനാമങ്ങൾ ജപിക്കുന്നത് ആത്മീയ വളർച്ചയെയും ആത്മസാക്ഷാത്കാരവും ആത്യന്തികമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയും നൽകുമെന്ന് ആണ് വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ടതായ 4 മന്ത്രങ്ങളാണ് 108 തവണ ചൊല്ലേണ്ട മന്ത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. 4 മന്ത്രങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം 108 തവണ ജപിക്കുന്നതിലൂടെ സുഖസമൃദ്ധിയും വിഷ്ണുകൃപയുമാണ് ഫലമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ നാരായണായ. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആത്മീക ഫലവും ശത്രുനാശവുമാണ് ഫലമായി പറയുന്നത്. മൂന്നാമത്തെ മന്ത്രം ഓം വൈഷ്ണവേ നമഃ. വിഷ്ണുപദം പോകാനും സായുജ്യമണയാനുമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. നാലാമത്തെ മന്ത്രം
ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇതാണ് 4ാമത്തെ മന്ത്രം എന്ന് പറയുന്നത്. 4ാമത്തെ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹപൂർത്തീകരണവും സഫലതയും ഉന്നതിയുമാണ് ഈ മന്ത്രത്തിൻ്റെ ഫലം. ഇനി നമുക്ക് വൈകുന്നേരം ഏകാദശി വ്രതത്തിന് ശേഷം, ഏകാദശി വ്രതം സാധാരണ ഏകാദശി വ്രതങ്ങൾ പോലെ തന്നെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കി ആചരിക്കുന്നവരുണ്ട്. ആരോഗ്യം ഉപവാസത്തിന് യോജിച്ചതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉപവാസമാണ് പറയുന്നത്. ഷഡ്തില ഏകാദശിയുടെ അന്ന് രാവിലെ മഹാവിഷ്ണു ഭഗവാനെ തൊഴുത് വിശുദ്ധനാമം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധനാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം. ഭഗവാന് ചന്ദനം പുരട്ടുന്നതും ധൂപം, കർപ്പൂരം, നെയ്വിളക്ക് എന്നിവ കത്തിക്കുന്നതും നല്ലതാണ്. വൈകുന്നേരത്തെ പൂജയ്ക്ക് നൈവേദ്യം സമർപ്പിക്കണം. ഈ നൈവേദ്യം സമർപ്പിക്കുന്നതിന് എള്ള് പായസം വയ്ക്കുകയോ മത്തൻ കൊണ്ടുള്ള മധുരപലഹാരങ്ങൾ വയ്ക്കുകയോ ചെയ്യാം. ഷഡ്തില ഏകാദശി നാളിൽ വൈകുന്നേരം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിപാടാണ് അഗ്നിയാഗം ചെയ്യുക എന്നത്. അഗ്നിയാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മുതൽ 108 തവണ ഭഗവാന്റെ മന്ത്രം ഉരുവിടുമ്പോൾ ഓരോ തവണയും ഒരു നുള്ള് തിലം അതായത് എള്ള് അഗ്നിയാഗം നടത്തണം, അതായത് ഹോമം നടത്തണം എന്നാണ് പറയുന്നത്. ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ ജപത്തിനും ഒരു നുള്ള് തിലം അഥവാ എള്ള്, കറുത്ത എള്ളാണ് പറയുന്നത്, കറുത്ത എള്ള് അഗ്നിയിലേക്ക് ഹോമിക്കണം. അത് യാഗാഗ്നിയിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത്. ഭഗവാന് മത്തങ്ങ, തേങ്ങ, പേരയ്ക്ക എന്നിവ സമർപ്പിക്കാം. ഹോമത്തിന് ശേഷം ഈ പറഞ്ഞ മത്തങ്ങ, തേങ്ങ അല്ലെങ്കിൽ പേരയ്ക്ക എന്നിവ സമർപ്പിക്കാം. ഇതൊന്നും ലഭ്യമല്ല എങ്കിൽ പകരം ഒരു വെറ്റില വയ്ക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഷഡ്തില ഏകാദശിയെ ഷഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് എന്ന് നോക്കാം. ഇത് എള്ളുകൊണ്ട് 6 തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട ഏകാദശിയാണ്. ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് എള്ള് കലക്കിയ വെള്ളത്തിലാണ് അന്ന് രാവിലെ കുളിക്കേണ്ടത്. വൈകുന്നേരത്തെ പൂജയ്ക്ക് മുമ്പുള്ള കുളിയും എള്ള് കലക്കിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്. ദേഹത്ത് എള്ള് പേസ്റ്റ് പുരട്ടുന്നത്, എള്ള് അരച്ച് പുരട്ടുന്നത് ആണ് 2ാമത്തെ കർമ്മം. 3ാമത്തെ കർമ്മം എന്ന് പറയുന്നത് ഈശ്വര ജപത്തോടൊപ്പം എള്ള് അഗ്നിയാഗം നടത്തുന്നതാണ്, അതായത് എള്ള് അഗ്നിയിൽ ഹോമിക്കുന്നതാണ്. 4ാമത്തേതായിട്ടുള്ളത് എള്ള് കഴിക്കുന്നതാണ്. എള്ള് വച്ചിട്ടുള്ള മധുരപലഹാരങ്ങളോ എള്ള് കൊണ്ടുള്ള പായസമോ ആകാം. 5ാമതായിട്ടുള്ളത് എള്ള് ദാനം ചെയ്യുന്നതാണ്. 6ാമത്തെ കർമ്മം എന്ന് പറയുന്നത് എള്ള് മറ്റുള്ളവരിൽ നിന്ന് ഇതുപോലെ സ്വീകരിക്കുന്നതും എള്ള് വിത്ത് പാവുന്നതും ആണ്. ഈ മഹത്തായ ഷഡ്തില ഏകാദശി വിശ്വാസത്തോടെ ആചരിക്കുന്ന ഒരാൾക്ക് എല്ലാ തരം ദാരിദ്ര്യത്തിൽ നിന്നും ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ അനിഷ്ടങ്ങളിൽ നിന്നും ദുശ്ശകുനങ്ങളിൽ നിന്നും
മുക്തനാകാനും സഹായിക്കുന്നു. ഈ ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ദാനം ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നതാണ്. വ്രതകഥ പോലും അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇതുവരെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും നിസ്സംശയമായും മോചിപ്പിക്കാൻ എടുക്കേണ്ട വ്രതമാണ് ഷഡ്തില ഏകാദശി. ദാനധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി ഈശ്വരനിലേക്ക് അലിഞ്ഞു ചേരാൻ ഷഡ്തില ഏകാദശി സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. എല്ലാവർക്കും ഷഡ്തില ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. നന്ദി.